ഇതിനകത്ത് മാനേജ്മെന്റിനെതിരെ പ്രതിഷേധമുണ്ട്. കാരണം ഇന്നലെ കുടുംബം പറഞ്ഞത് 1 രൂപ പോലും മാനേജ്മെന്റ് ശമ്പളമായി നൽകിയിട്ടില്ല. അവിടുത്തെ അധ്യാപകർ ശമ്പളത്തിൽ നിന്ന് ഒരു ഓഹരിയാണ് അധ്യാപികയ്ക്ക് നൽകിയെന്നാണ് പറയുന്നത്. അല്ല, ഇതിന് യാഥാർത്ഥ്യ എയ്ഡഡ് വിദ്യാലയങ്ങൾ വന്ന സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലെ എയ്ഡഡ് വിദ്യാലയങ്ങളെ സംബന്ധിച്ച് സർക്കാരിന് മുതൽ മുടക്കാനില്ലാതെ വന്ന ഒരു സാഹചര്യത്തിൽ, അത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ ഗവൺമെൻറ്റിന് സ്ഥലം കണ്ടെത്താനോ സ്ഥാപനങ്ങൾ തുടങ്ങാനോ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് കേരളത്തിലെ എയ്ഡഡ് വിദ്യാലയങ്ങൾ ആരംഭിച്ചത്. ആ നാട്ടിലെ പ്രമാണിമാരെ സർക്കാർ അനുവാദം കൊടുത്തുകൊണ്ട്, അതല്ലെങ്കിൽ കോർപ്പറേറ്റുകളായ സാമുദായിക സംഘടനകളെയൊക്കെ വിളിച്ചു വരുത്തി അവർക്ക് വേണ്ടി അവരെ എന്ത് ചെയ്തു, അന്ന് സ്ഥാപനങ്ങൾ തുടങ്ങാൻ വേണ്ടി കേരളത്തിലെ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ള സതുദ്ദേശമാണ് അതിൽ. അപ്പം അങ്ങനെയാണ് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നത്. ഇതൊക്കെ പഴയകാല സാഹചര്യം. ഇപ്പോൾ സാഹചര്യം മാറുന്നു, വലിയ വിദ്യാഭ്യാസ കച്ചവടത്തിന് ആരോപണം ഉയരുന്നു. അതിനൊപ്പം പറയുന്നത് ഈ കുടുംബം പറയുന്ന ഒരു കാര്യം, നിരവധി തവണ മാനേജറെ സമീപിച്ചു മറ്റേതെങ്കിലും പോസ്റ്റിലേക്ക് മാറ്റി തരണമെന്ന്. ലാസ്റ്റ് പള്ളി കമ്മിറ്റി ഇടപെട്ട ശേഷമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷമാണ് കോടഞ്ചേരി സെന്റ് ജോസഫിലേക്ക് മാറ്റി തരുന്നത് പറയുന്നു. അപ്പോൾ ഇത്ര കാലമായിട്ട് ഇവർക്ക് ഒരു പോസ്റ്റ് കൊടുക്കാനൊന്നും സാധിച്ചില്ല. മാനേജ്മെന്റ് ഒരു തരത്തിലുള്ള സമ്മർദ്ദവും സർക്കാർ ചെലുത്തിയിട്ടില്ല എന്നുള്ള കുടുംബം പറയുന്നത്. അല്ല, ഇതിന് സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ, ഒരു അധ്യാപകനെ നിയമിച്ചാൽ 15 ദിവസത്തിനുള്ളിൽ ആ മാനേജർ നിയമന പ്രപ്പോസൽ സമന്വയ മുഖാന്തരം കൊടുക്കുന്നു. പിന്നെ അതിൽ തീരുമാനമെടുക്കേണ്ടതും അവരെ അപ്രൂവ് ചെയ്യേണ്ടതും അവർക്ക് ശമ്പളം നൽകേണ്ടതും ഉത്തരവാദിത്തം കേരളത്തിലെ KSR റൂൾ അനുസരിച്ച് ഇത് സർക്കാരിൻ്റെ ബാധ്യതയാണ്, മാനേജ്മെന്റിന്റെ ബാധ്യതയല്ല. സ്കൂൾ മാറ്റിക്കൊടുത്തത് അവർക്ക് പെർമനന്റ് വേക്കൻസി, ആദ്യം നിയമിക്കപ്പെട്ടത് താൽക്കാലിക അവധിയിലാണ് എന്ന് പറഞ്ഞാൽ ലോങ് ലീവ് അവധിയിലാണ്. ആ അവധിയിൽ നിന്ന് അവരെ പെർമനന്റ് വേക്കൻസി വന്നപ്പോൾ അതേ കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കീഴിലുള്ള മറ്റൊരു വിദ്യാലയത്തിലെ കോടഞ്ചേരി സ്കൂളിലുള്ള അവിടെ എന്ത് ചെയ്തു, അവിടത്തേക്ക് മാറ്റി നിയമിച്ചു റിട്ടയർമെന്റ് വേക്കൻസിയിലേക്ക്. ഈ വിഷയത്തിൽ കാരണം 2024 ജൂണിൽ മാത്രമാണ് സ്ഥിര നിയമനം നൽകിയതായി വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കുന്നത്. പിന്നീട് 6 മാസം മാത്രമേ ആയിട്ടുള്ളൂ. അതായത് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇനിയും സമയമുണ്ട്. 5-6 വർഷമായ ആളുകളുണ്ട്. അപ്പോൾ പോലും മാനേജ്മെന്റ് യാതൊരു തരത്തിലും വീഴ്ചയും വന്നിട്ടില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അല്ല, അങ്ങനെ പറയാൻ കഴിയില്ല. മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. അത് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നാണെങ്കിലും ആരുടെ ഭാഗത്തു നിന്നായാലും ഈ ടീച്ചറുടെ മരണത്തിന് ഉത്തരവാദികൾ ആരായാലും അത് കൃത്യമായി അന്വേഷിക്കപ്പെടണം. അവർക്കെതിരെ നടപടിയെടുക്കണം. അത് മാനേജ്മെന്റ് ആയാലും അതിനെ അംഗീകരിക്കാനൊന്നും KPSC തയ്യാറല്ല. അതിലൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസം നമുക്കില്ല. പ്രാഥമിക ഉത്തരവാദിത്തം മാനേജ്മെന്റ് അത് പ്രാഥമിക ഉത്തരവാദിത്തം മാനേജർക്ക് എന്ന് പറയാൻ കഴിയില്ല. കാരണം സർക്കാരിനാണ് നിയമിക്കപ്പെട്ട അധ്യാപികയുടെ നിയമനം അംഗീകരിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനാണ്. സർക്കാർ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ്. കാരണം എയ്ഡഡ് വിദ്യാലയങ്ങൾ PSCക്ക് വിടണമെന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ആലോചിക്കണം. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എയ്ഡഡ് വിദ്യാലയങ്ങൾ PSCക്ക് വിടുന്ന നിയമനം മാത്രം PSCക്ക് വിട്ടാൽ പോരാ. എയ്ഡഡ് വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്തിട്ട് വേണം PSCക്ക് വിടാൻ. സർക്കാർ ഏറ്റെടുക്കണം. സർക്കാർ ഈ മാനേജർമാർക്ക് അതിൻ്റേതായ റെമുനറേഷൻ കൊടുത്ത് അതിൻ്റേതായ ഫണ്ട് കൊടുത്ത് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, കുറേ വിദ്യാലയങ്ങൾ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ മാനേജർമാരില്ലാത്ത വിദ്യാലയങ്ങൾ ഗവൺമെൻറ് താൽക്കാലികമായി നടത്തുന്നുണ്ട്, റെൻറ്റഡ് ബിൽഡിംഗ് ആയിട്ട്. ആ റെൻറ്റഡ് ബിൽഡിംഗ് നടത്തുന്ന മാനേജർമാർക്ക് വരെ 5-8 വർഷമായിട്ട് അവർക്ക് റെൻറ്റ് പോലും കിട്ടുന്നില്ല. അതുപോലും കൊടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. ആ ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ആ സ്ഥാനത്താണ് നമ്മൾ സർക്കാർ ഈ സ്ഥാപനങ്ങളൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകണമെന്ന് പറയുന്നത്. PSCക്ക് വിടണമെങ്കിൽ സർക്കാർ ഏറ്റെടുക്കണം. ആ രീതിയാണ് KPSC ആവശ്യപ്പെടുന്നത്. എയ്ഡഡ് വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്ത് നിയമനങ്ങളുമായി മുന്നോട്ട് പോകണം. അതാണ് നമുക്ക് പറയാനുള്ളത്. അധ്യാപിക 6 വർഷമായി സർവീസിൽ കയറിയിട്ടുണ്ട്. അതിൽ 4 വർഷവും അവർ ലോങ് ലീവ് എടുത്ത ഒരു അധ്യാപികയുടെ അവധി ഒഴിവിലാണ് വന്നത്. ആ സമയത്ത് അവധി ഒഴിവിൽ നിയമിക്കപ്പെട്ടവരെ അവർക്ക് പകരം റീട്രെഞ്ച്ഡായ അധ്യാപകരെ നിയമിക്കണമെന്ന ഒരു നിയമത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അവരുടെ നിയമനം അംഗീകരിച്ചില്ല. ഈ റീട്രെഞ്ച്ഡായ അധ്യാപകരെ അവധി ഒഴിവിലേക്ക് കേരളത്തിലെ മുഴുവൻ എയ്ഡഡ് വിദ്യാലയങ്ങളിലേക്കോ ഗവൺമെൻറ് വിദ്യാലയങ്ങളിലേക്കോ കൊടുക്കാൻ സർക്കാരിൻ്റെ കയ്യിലില്ല. റീട്രെഞ്ച്ഡ് അധ്യാപകരുടെ ലിസ്റ്റിൽ ഒരാളെ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ക്ലാസ് റൂമുകളിൽ അധ്യാപകൻ വേണമെന്ന കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അധ്യാപിക 4 വർഷം ജോലി ചെയ്തതിൻ്റെ നിയമനം അംഗീകരിച്ച് അവർക്ക് ശമ്പളം കൊടുക്കേണ്ടതാണ്. 4 വർഷം ജോലി ചെയ്തതാണ്. അത് കഴിഞ്ഞ് അവരെ റിട്ടയർമെൻറ്റ് വേക്കൻസിയിലേക്ക് നിയമിച്ചു മറ്റൊരു വിദ്യാലയത്തിൽ. ആ വിദ്യാലയത്തിലും ഇത് പറഞ്ഞുകൊണ്ട്, ഈ ഭിന്നശേഷിയുടെ വിഷയം പറഞ്ഞുകൊണ്ട് നിയമനം അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യമുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ആ വിദ്യാലയത്തിലെ റോസ്റ്റർ കൊടുത്ത് ഭിന്നശേഷി നിയമനത്തിന് വേണ്ടി ഒരു തസ്തിക ഒഴിവാക്കിയിട്ടിട്ടുണ്ട്. ഈ ഭിന്നശേഷിയിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 300-ൽ താഴെ വ്യക്തികൾ മാത്രമാണ് നിയമനത്തിന് അർഹതയുള്ള ഉദ്യോഗാർത്ഥികളായിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആ സ്ഥാനത്താണ് 16,000-ഓളം അധ്യാപക തസ്തികകൾ
അധ്യാപക തസ്തികകൾ അംഗീകരിക്കാതെ, അധ്യാപക നിയമനങ്ങൾ അംഗീകരിക്കാതെ സർക്കാർ മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ ഗുണനിലവാരമുള്ള പൊതുവിദ്യാഭ്യാസ മേഖല വേണമെന്ന കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും KPSCക്കില്ല. ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാ. ഞങ്ങൾ അതിനുവേണ്ടി സദാസമയം 24 മണിക്കൂറും ജോലി ചെയ്യാൻ തയ്യാറുള്ള അധ്യാപകരാണ്. പക്ഷേ പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ, പൊതുവിദ്യാഭ്യാസ മേഖല ഗുണപരമായി മുന്നോട്ട് പോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും ആ മേഖലയിൽ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ ന്യായമായ ഡിമാൻഡായ ശമ്പളം ലഭിക്കുക എന്ന അടിസ്ഥാനപരമായ ഡിമാൻഡ് അംഗീകരിക്കപ്പെടണം. സർക്കാർ അതിന് തയ്യാറാകുന്നില്ല. ഓരോ തരത്തിലുള്ള നിയമങ്ങളുടെ നൂലാമാലകളുടെ പിൻബലത്തിൽ അത് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോവുകയാണ്. സർക്കാരിൻ്റെ സാമ്പത്തിക കെടുകാര്യസ്ഥത, സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ ഈ അധ്യാപകർ മുഴുവൻ അവർ സഹിക്കണമെന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇന്നലെ PSC ചെയർമാനും അംഗങ്ങൾക്കുമൊക്കെ കോടിക്കണക്കിന് രൂപ അംഗീകരിക്കുന്നു. ഇനിയിപ്പോൾ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് 35% ശമ്പള വർധന വരാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിയമിക്കപ്പെട്ട അധ്യാപകർക്ക് ശമ്പളം നൽകാതെ, നിയമനം അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. ഈ അധ്യാപികയെ സംബന്ധിച്ച്, അലീന ബിന്നി എന്ന് പറയുന്ന അധ്യാപികയെ സംബന്ധിച്ചും അവരൊട്ടേറെ സഹിച്ചു. അവരും ഒരു കുടുംബിനിയാണ്. കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ അവർക്കും അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. അവരും ജീവിക്കേണ്ട, സമൂഹത്തിനിടയിൽ ജീവിക്കേണ്ടവരല്ലേ. സ്വാഭാവികമായിട്ടും ശമ്പളം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ, ജീവിക്കാൻ വഴിമുട്ടുമ്പോൾ ആ രീതിയിലേക്ക് മാറുന്ന സാഹചര്യം വന്നു. എന്തായാലും ആ കാര്യത്തെ നമ്മൾ ന്യായീകരിക്കുന്നില്ല. ആത്മഹത്യാ പ്രവണതയെ നമ്മൾ അംഗീകരിക്കുന്നില്ല. അത് ശരിയായ സംവിധാനമല്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷേ എങ്കിൽ പോലും ആ രീതിയിൽ നാളുകളിൽ ഒരു വിദ്യാലയത്തിലെ ഒരു അധ്യാപകനും സംഭവിക്കാതിരിക്കണമെങ്കിൽ കൃത്യമായി സർക്കാർ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമം അതിന് തടസ്സമാകുന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ നീക്കിക്കൊണ്ട് നിയമനങ്ങൾ അംഗീകരിച്ച് ശമ്പളം കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് KPSCക്ക് ആവശ്യപ്പെടാനുള്ളത്. നിയമപരമായ വേക്കൻസി ഇല്ല എന്നല്ല പറയാം. അവിടെ ലീവ് വേക്കൻസിയാണ്. ലീവ് വേക്കൻസി പറഞ്ഞാൽ 4 വർഷത്തേക്കുള്ള ലോങ് ലീവാണ്. ആ ലോങ് ലീവിൽ അധ്യാപിക വേണ്ടേ ക്ലാസ് എടുക്കാൻ? അവർ പറയും, സർക്കാർ പറയുന്നത് എന്താ വെച്ചാൽ അവിടെയൊക്കെ റീട്രെഞ്ചർ അധ്യാപകർ വിടുന്ന. റീട്രെഞ്ചർ അധ്യാപകരെ വിടാൻ DD ഓഫീസിൽ ലിസ്റ്റില്ല, ആളില്ല. അപ്പോൾ അവിടെ അധ്യാപിക വേണ്ടേ? ആ തസ്തികയിലേക്കാണ് അവരെ നിയമിച്ചത്. അവർക്ക് താൽക്കാലികമായി ദിവസവേതന അടിസ്ഥാനത്തിലെങ്കിലും ശമ്പളം കൊടുക്കാനുള്ള സാഹചര്യം നിയമമുണ്ട്. ആ നിയമം അംഗീകരിക്കാത്തതാണ് പ്രശ്നം. ദിവസവേതന അധ്യാപികയുടെ കുടുംബം പറയുന്നത് അവിടുത്തെ മാനേജ്മെന്റ് എഴുതി ഒപ്പിട്ട് മേടിച്ചിരുന്നു, 5 വർഷത്തേക്ക് ശമ്പളം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഇവിടെ ജോലി ചെയ്യുന്ന നടക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ അന്വേഷണത്തിൽ അങ്ങനെ എന്തെങ്കിലും മാനേജ്മെന്റ് ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് തോന്നുന്നു? അല്ല, അങ്ങനെ ഒരു വിഷയം നമ്മളുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. മാനേജ്മെന്റ് വാങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും നമുക്കൊരു ബോധ്യം വന്നിട്ടില്ല. നമ്മളെ സംബന്ധിച്ച് അവർ നിയമിക്കപ്പെട്ടതാണ്. നിയമനാംഗീകാരം AE ഓഫീസിലുണ്ട്. അത് AE ഓഫീസിന്റെ ചുവപ്പ് നടയിൽ കടന്ന് കുടുങ്ങി കിടക്കുകയാണ്. അത് അംഗീകരിക്കാത്തൊരു സാഹചര്യമാണുള്ളത്. 2021 നിയമനത്തിന് സാധുത കിട്ടില്ല എന്ന് ഉറപ്പായിട്ട് പിന്നീടും 3 വർഷത്തോളം ആ സ്ഥാപനം 2021 നിയമനത്തിന് സാധൂകരണം ഇല്ല എന്ന് പറയുന്നില്ല. അവിടെ പറയുന്ന ഒരൊറ്റ പോയിന്റാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊക്കെ ന്യായീകരണത്തിന് വേണ്ടി പറയാം. അവിടെ പറയുന്നത് ഈ ലോങ് ലീവ് അവധികളൊക്കെ തന്നെ റീട്രെഞ്ചർ അധ്യാപകർക്ക് വേണ്ടി മാറ്റിവെക്കണം. റീട്രെഞ്ചർ അധ്യാപകരില്ലെങ്കിൽ അവർക്ക് പകരം ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കാനുള്ള ഉത്തരവുണ്ട്. അങ്ങനെ പല വിദ്യാലയങ്ങളും ശമ്പളം കൊടുത്തിട്ടുണ്ട്, വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മരിച്ച അധ്യാപകരുടെ കുടുംബം തന്നെ പറയുന്നത് അത് സ്ഥിര നിയമനത്തിന് വേണ്ടി ലക്ഷങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഈ മാനേജ് എന്ന് പറയുന്നത്. അല്ല, അത് ആ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കൃത്യമായി അറിയില്ല. സ്വാഭാവികമായിട്ടും അത് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് വ്യക്തമായി പറയാൻ നമുക്ക് കഴിയില്ല. കോഴവാങ്ങലുണ്ടോ? അങ്ങനെ പറയാൻ കഴിയില്ല. മാനേജ്മെന്റ് നിയമനങ്ങളെ കുറിച്ച് നമുക്കറിയാലോ. ഒരു വിദ്യാലയത്തിലെ മാനേജ്മെന്റ് സ്ഥാപനങ്ങളെ സംബന്ധിച്ച്, വിദ്യാലയങ്ങളെ സംബന്ധിച്ച് നടത്തിക്കൊണ്ടുപോകുക എന്നുള്ളത് അവിടുത്തെ കൺസ്ട്രക്ഷൻ വർക്കുകൾ, അവിടുത്തെ മെയിൻ്റനൻസ് വർക്കുകൾ, അവിടുത്തെ മറ്റു കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകുന്നത് ഈ രീതിയിലുള്ള സംവിധാനമായിരിക്കാം. ഇല്ല എന്ന് പറയാനൊന്നും ഞാൻ ആളല്ല. പക്ഷേ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ വർഷാവർഷം കൊടുക്കുന്ന മെയിൻ്റനൻസ് ഗ്രാൻറ്റ്, വിദ്യാലയങ്ങൾ ഒരു കുട്ടിക്ക് 60 രൂപ എന്ന നിരക്കിൽ സർക്കാർ ഓരോ വർഷവും കൊടുക്കേണ്ട മെയിൻ്റനൻസ് ഗ്രാൻറ്റ് മുടങ്ങിയിട്ട് 5 വർഷമായി. 5 വർഷമായി മെയിൻ്റനൻസ് ഗ്രാൻറ്റ് വിദ്യാലയങ്ങൾക്ക് കിട്ടണില്ല. അപ്പോൾ ആ രീതിയുള്ളപ്പോൾ നമ്മളെങ്ങനെ അതിനെ നമുക്ക് എതിർത്ത് പറയാൻ കഴിയും?